ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് പരാതിയുമായി അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ. കലോത്സവ വേദിയിൽ നിന്നും ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം ഉയർന്നു വന്ന സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് സംഘടന ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകി. കഞ്ഞിക്കുഴിയിൽ നടന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒരു നൃത്താധ്യാപകനുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഡാൻസ് അധ്യാപകരുടെ സംഘടനയായ അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. കലോത്സവ വേദികളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തണമെന്നും മുൻപും ഇതേ ആവശ്യങ്ങൾ തങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതായും വ്യക്തമാക്കിയ സംഘടനാ ഭാരവാഹികൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇന്നേ ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ പത്രമാധ്യമങ്ങളിലൂടെ ഇത് അറിയിച്ചുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിന് തൊടുപുഴ DDE ഓഫീസിൽ ചെന്ന് ഈ പരാതി കൈമാറുകയാണ്. ഈ അഴിമതി ഇനി ഒരിക്കലും നമ്മുടെ ജില്ലയിലോ ഈ സംസ്ഥാനം ഒട്ടാകെയോ ഇങ്ങനെയുള്ള അഴിമതി ഇനി ഉണ്ടാകാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലാണ് ഞങ്ങളിത് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കലോത്സവത്തിൽ സമ്മാനം നേടിയ കുട്ടികളുടെ പ്രകടനത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്നും എന്നാൽ നടപടികൾ സുതാര്യമായി നടത്തണമെന്നും ഇത്തരത്തിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ കലോത്സവത്തിന്റെ ശോഭ കെടുത്തുന്നതാണെന്നും സംഘടനാ നേതൃത്വം പറഞ്ഞു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പുറമെ മുഖ്യമന്ത്രിക്കും വിജിലൻസിനും ജില്ലാ കളക്ടർ DPI എന്നിവർക്കും സംഘടന പരാതി നൽകി. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സുരേഷ് PK, രാജമ്മ രാജു, ലത സുരേഷ്, ഫിലോമിന VV, സുരേഷ് KS എന്നിവർ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. സീപ്പാൾ ഒരുക്കുന്ന ഒരു കിടിലൻ ഓഫർ. തൊടുപുഴയിലെ ബ്രാഞ്ചിന്റെ ഇനാഗുറേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് 40% ഓഫറിൽ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം.